എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഫെബ്രുവരി 2-ാം തീയതി നടത്തിയ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് സെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. First question, a preference for hands-on activities like constructing models, drawing notes, taking, gardening, woodworking, sports, etc. are examples of which learning style? അതായത് നമ്മുടെ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നത്, അതായത് മോഡൽസ് ഉണ്ടാക്കുക, ഡ്രോയിങ്സ്, നോട്ട് എഴുതിയെടുക്കുന്നത്, ഗാർഡനിങ്, വുഡ് വർക്കിംഗ്, സ്പോർട്സ്, ഇതൊക്കെ ഏത് ലേണിംഗ് സ്റ്റൈലിൻ്റെ എക്സാമ്പിൾ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഡിറ്ററി ലേണിംഗ് സ്റ്റൈല്, റീഡ് ആൻഡ് റൈറ്റ് ലേണിംഗ് സ്റ്റൈല്, വിഷ്വൽ ലേണിംഗ് സ്റ്റൈല്, കൈനസ്തെറ്റിക് ലേണിംഗ് സ്റ്റൈല്. ഏതാണ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. കൈനസ്തെറ്റിക് ലേണിംഗ് സ്റ്റൈലാണ്. അതായത് ചാലിക ശേഷി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉള്ള ആക്ടിവിറ്റീസിൽ നമുക്ക് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ ഉണ്ടാക്കുകയാണ്, അതായത് നമ്മൾ ഒരു മോഡൽ ഉണ്ടാക്കുന്നു, കൈ കൊണ്ട് എഴുതുന്നു, നോട്ട് എഴുതിയെടുക്കുന്നു, ഗാർഡനിങ് ചെയ്യുന്നു, വുഡ് വർക്ക് മരപ്പണികൾ ചെയ്യുന്നു, കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ചാലിക ശേഷിയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൈനസ്തെറ്റിക് ലേണിംഗ് സ്റ്റൈലാണ്. ഓഡിറ്ററി ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ കേൾവിക്കാണ് പ്രാധാന്യം വരുന്നത് അവിടെ. ഇനി റീഡ് ആൻഡ് റൈറ്റ് ആകുമ്പോൾ നമ്മൾ വായിച്ച് പഠിച്ച് അങ്ങനത്തെയുള്ള ലേണിംഗ് സ്റ്റൈലുകളിലാണ് അത് വരുന്നത്. അതായത് നമുക്ക് ഈ കഥ കേൾക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. വിഷ്വൽ ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് പഠിക്കുന്നതാണ്. ചിത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ പഠിക്കുന്നതിനാണ് നമ്മൾ വിഷ്വൽ ലേണിംഗ് സ്റ്റൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next question, identify the correct statements which are key features of formative evaluation. Formative evaluationൻ്റെ ഫീച്ചേഴ്സ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. Provide constructive feedback to educators during the teaching learning process, helps to modify the methods and strategies accordingly, ensure active engagement of students in the learning process, contribute in promoting to the നെക്സ്റ്റ് ഗ്രേഡ് ഫോർ സർട്ടിഫിക്കേഷൻ പ്രോസസ്സ്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അത് 1ഉം 2ഉം 3ഉം ആണ് ആൻസർ വരുന്നത്. അതായത് എന്താ ഈ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൂടെ നടക്കുന്നതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്ലാസ്സിൽ കുട്ടികളോട് ചോദ്യം ചോദിക്കുന്ന കുഞ്ഞുകൾ, ടെസ്റ്റ് പേപ്പറുകൾ എന്നിവയെല്ലാം ഫോർമേറ്റീവ് ഇവാലുവേഷൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതായത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട്, അതായത് നമ്മൾ ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ അവരത് പറഞ്ഞില്ല, അപ്പം നമുക്ക് അത് എന്തുകൊണ്ട് പറഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലെവൽ ഇങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഫീഡ്ബാക്ക് കറക്റ്റ് കൊടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചോദ്യമൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലായി ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെത്തേഡ്സും അല്ലെങ്കിൽ സ്ട്രാറ്റജീസൊക്കെ മോഡിഫൈ ചെയ്യാനുള്ള അവസരം ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കുഞ്ഞു ടെസ്റ്റ് പേപ്പറുകളൊക്കെ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുട്ടികൾ ഇവിടെ ആക്റ്റീവ് ആകുന്നുണ്ട്. കുട്ടികൾക്ക് തന്നെ അറിയാം, നമ്മൾ ശ്രദ്ധിച്ചിരിക്കും, ടീച്ചർ ചോദ്യം ചോദിക്കുമെന്നും അറിയാം. ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ കുട്ടികൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് വരുവാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ 1ഉം 2ഉം 3ഉം ഇതിൻ്റെ ആൻസർ ആയിട്ടാണ് വരുന്നത്. കോൺട്രിബ്യൂട്ട് ഇൻ പ്രൊമോട്ടിംഗ് ടു ദ നെക്സ്റ്റ് ഗ്രേഡ് ഓർ സർട്ടിഫിക്കേഷൻ പ്രോസസ്സ്. അതെന്ന് പറയുന്നത് അത് സമ്മേറ്റീവ് ഇവാലുവേഷനാണ്. അതായത് ഒരു കോഴ്സിൻ്റെ എൻഡിൽ നമ്മൾ നടത്തുന്ന എക്സാം അതുപോലെ തന്നെ നെക്സ്റ്റ് ലെവലിലോട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പ്രൊഫഷൻസ് കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഒരു ടേമാണ്. പക്ഷേങ്കിൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, അതായത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഇടയിൽ നമ്മൾ നടത്താണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഷൻ ഓഫ് സ്മാർട്ട് ഗവേണൻസ്. സ്മാർട്ട് ഗവേണൻസ് സ്മാർട്ടിൻ്റെ എക്സ്പാൻഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സുപ്പീരിയർ, മെഷീനറി, അഡാപ്റ്റബിൾ, റിഗറസ്, ടൈംലി, സിമ്പിൾ, മോറൽ, അക്കൗണ്ടബിൾ, റെസ്പോൺസീവ്, ട്രാൻസ്പെറൻറ്റ്, സുപ്പീരിയർ, മെക്കാനിക്കൽ, അസോസിയേറ്റീവ്, റീച്ചബിൾ, ടെക്നോളജിക്കൽ, സിമ്പിൾ, മാസീവ്, അലേർട്ട്, റിലേറ്റീവ്, ടോളറൻറ്റ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. സിമ്പിൾ, മോറൽ, അക്കൗണ്ടബിൾ, റെസ്പോൺസീവ്, ട്രാൻസ്പെറൻറ്റ് എന്നതാണ്. സ്മാർട്ട് ഗവേണൻസിൽ സ്മാർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ, മോറൽ, അക്കൗണ്ടബിൾ, റെസ്പോൺസീവ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് എന്നുള്ളതാണ്. മോഡേൺ ടെക്നോളജീസും ഗുഡ് ഗവേണൻസിൻ്റെ പ്രിൻസിപ്പിൾസും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഗവൺമെൻറ്റ്സിന് അവരുടെ ഫങ്ഷൻസ്, സർവീസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയും അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ആയിട്ട് സിറ്റിസൺസിന് കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെയാണ്. മോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കൽ കോണ്ടക്റ്റുകളാണ് വരുന്നത്. അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഗവൺമെൻറ്റ്സ് ഒഫീഷ്യൽസ് ടേക്ക് ചെയ്യുന്ന ആക്ഷൻസിലും ഡിസിഷൻസിലും അവർ ആൻസറബിൾ ആണ്, അവർ ആൻസർ ചെയ്യാൻ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് കാണിക്കുന്നത്. റെസ്പോൺസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിസൺസിൻ്റെ നീഡ്സും ഫീഡ്ബാക്കും എഫക്റ്റീവായിട്ട് എഫക്റ്റീവായിട്ടും ക്വിക്കലി അഡ്രസ്സ് ചെയ്യാണ് റെസ്പോൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺനെസ് ആണ്, അതായത് പബ്ലിക്കിന് ഗവൺമെൻറ് ഓപ്പറേഷൻസ് ഇൻഫർമേഷൻസ് ആക്സസിബിൾ ആവണം, അതുപോലെ തന്നെ അതിനൊരു ഓപ്പൺനെസ്സും ഉണ്ടായിരിക്കണം എന്നതാണ് ട്രാൻസ്പെറൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് ഡൊമൈൻ നെയിം സിസ്റ്റം DNS ഈസ്റ്റ്, അതായത് ഡൊമൈൻ നെയിം സിസ്റ്റത്തിൻ്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊവൈഡ് ഇമെയിൽ സർവീസ്, എസ്റ്റാബ്ലിഷ് VPN കണക്ഷൻസ്, റിസോൾവ് IP അഡ്രസ് ടു ദ വെബ്സൈറ്റ്, നെയിം ആൻഡ് ട്രാൻസ്ഫർ ഫയൽസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്, അതായത് റിസോൾവ് IP അഡ്രസ്സസ് ടു ദ വെബ്സൈറ്റ് എന്നുള്ളതാണ് ഡൊമൈൻ നെയിം സിസ്റ്റം എന്നതിൻ്റെ പർപ്പസ്. DNS എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിം സിസ്റ്റം എന്നുള്ളതാണ്. ഇത് ഇൻ്റർനെറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്, അതിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഈ ഡൊമൈൻ നെയിം സിസ്റ്റമാണ് ഡൊമൈൻ നെയിംസിന് IP അഡ്രസ്സിലോട്ട് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇൻ്റർനെറ്റ് പേജസ് ബ്രൗസേഴ്സിന് ലോഡായി വരുന്നത്. കമ്പ്യൂട്ടർ അതുപോലെ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. IP അഡ്രസ്സ്, MAC അഡ്രസ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. ആ ഒരു സെക്ഷനിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടീച്ചർ എംപ്ലോയിങ് എ ഫ്ലിപ്ഡ് ക്ലാസ് റൂം മോഡൽ പ്രൈമർലി ഫോക്കസസ് ഓൺ, അതായത് ഫ്ലിപ്ഡ് ക്ലാസ് റൂം മോഡൽ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെലിവറി ഇൻസ്ട്രക്ഷണൽ കണ്ടന്റ് അറ്റ് ഹോം ആൻഡ് യൂസിങ് ക്ലാസ് റൂം ടൈം ഫോർ ആക്ടിവിറ്റീസ്, റിവേഴ്സിങ് ട്രഡീഷണൽ റോൾസ് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, ഇൻക്രീസിങ് ലെക്ചർ ബേസ്ഡ് ലേണിംഗ് ടൈം ഇൻ ദ ക്ലാസ് റൂം, ഫോക്കസിങ് സോൺലി ഓൺ പ്രോജക്റ്റ് ബേസ്ഡ് അസൈൻമെൻറ്റ്സ്. ഇവിടെ ഓപ്ഷനിൽ എയും ബിയും ആൻസറായിട്ട് വരുന്നുണ്ട്. അതായത് ഡെലിവറിങ് ഇൻസ്ട്രക്ഷണൽ കണ്ടന്റ് അറ്റ് ഹോം ആൻഡ് യൂസിങ് ക്ലാസ് റൂം ടൈം ഫോർ ആക്ടിവിറ്റീസ്, റിവേഴ്സിങ് ട്രഡീഷണൽ റോൾ ഓഫ് സ്റ്റുഡൻറ്റ് ആൻഡ് ടീച്ചർ. ഇത് രണ്ടും ശരിയാണ്. അതായത് നമ്മുടെ ട്രഡീഷണൽ മോഡലിൽ ഇത് റിവേഴ്സ് ചെയ്യണം. അതായത് ട്രഡീഷണൽ മോഡൽ എങ്ങനെയാണ്, ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കും, ഹോം വർക്ക് നമുക്ക് വീട്ടിൽ തന്നു വിടും എന്നുള്ളതാണ് നമ്മുടെ ട്രഡീഷണൽ മോഡൽ എന്ന് പറയുന്നത്. ഇത് നേരെ തിരിച്ചു വന്നു. അതായത് നമ്മൾ വീട്ടിലിരുന്നിട്ട് നമ്മൾ പഠിക്കുക, അതായത് നമുക്ക് റെക്കോർഡഡ് വീഡിയോസും ഒക്കെ തന്നിട്ട് വീട്ടിലിരുന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇൻസ്ട്രക്ഷണൽ കണ്ടൻറ്റ്സ് നമുക്ക് വീട്ടിലിരുന്ന് ഡെലിവറി ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ക്ലാസ് ടൈം ആക്ടിവിറ്റീസിന് ഹോംവർക്ക് ചെയ്യാനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ എയും ബിയും കറക്റ്റായിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following key components represents differentiated instruction for gifted learner, അതായത് ഗിഫ്റ്റഡ് ലേണറിനുള്ള ഡിഫറൻഷ്യേറ്റഡ് ഇൻസ്ട്രക്ഷൻ്റെ കമ്പോണൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, റെപ്രസെൻറ്റ് ചെയ്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Assigning the same task to all students to ensure equity, providing challenging tasks demanding high order of thinking, moderate pace of instruction to ensure democratic environment, regulated extracurricular activities to reduce stress. ഇവിടെ നമ്മളോട് ഗിഫ്റ്റഡ് ലേണേഴ്സിനുള്ള ഡിഫറൻഷ്യേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗിഫ്റ്റഡ് ലേണർ എന്ന് പറയുമ്പം അവരുടെ ഇൻ്റലിജൻറ്റ് കപ്പാസിറ്റിയും ക്രിയേറ്റിവിറ്റിയും എല്ലാം വളരെ കൂടുതലായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് ചലഞ്ചിങ് ടാസ്കുകളാണ് കൊടുക്കേണ്ടത്. അതായത് ഹൈ ഓർഡർ തിങ്കിങ് ഉള്ള ചലഞ്ചിങ് ടാസ്കുകളാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെഡഗോജിക്കൽ കോൺസെപ്റ്റ് ഇൻ ഷേപ്പിംഗ് എ ഡെമോക്രാറ്റിക് സൊസൈറ്റി ഹൈലൈറ്റഡ് ഇൻ ജോൺ ഡിവീസ് പ്രാഗ്മാറ്റിക് എഡ്യൂക്കേഷണൽ ഫിലോസഫി ഈസ്, അതായത് ജോൺ ഡിവയുടെ പ്രാഗ്മാറ്റിക്കൽ എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന പെഡഗോജിക്കൽ കോൺസെപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഡെമോക്രാറ്റിക് സൊസൈറ്റീനെ ഷേപ്പ് ചെയ്യുന്നതിൽ ജോൺ ഡെവയുടെ പ്രാഗ്മാറ്റിക് എഡ്യൂക്കേഷൻ ഫിലോസഫിയിൽ വരുന്ന പെഡഗോജിക്കൽ കോൺസെപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ, സ്റ്റുഡൻറ് സെൻറ്റേർഡ് ലേണിംഗ്, റോഡ് മെമ്മറൈസേഷൻ, ബിഹേവിയറൽ മോഡിഫിക്കേഷൻ. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, സ്റ്റുഡൻറ് സെൻറ്റേർഡ് ലേണിംഗ് ആണ്. കുറച്ച് നാൾ മുമ്പ് വരെ നമ്മോട് ചോദിച്ചുകൊണ്ടിരുന്നത് പ്രാഗ്മാറ്റിക് എഡ്യൂക്കേഷൻ ഫിലോസഫിയുടെ മെയിൻ വക്താവ് ആരെന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ജോൺ ഡെവിന്ന് ആൻസർ പറയുമായിരുന്നു. പക്ഷെ ഇപ്പം നോക്കിക്കേ, അത് കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് ചോദിച്ചു തുടങ്ങി. ഇവിടെ ചോദിച്ചിരിക്കുന്ന അവർ പറഞ്ഞിരിക്കുന്ന പെഡഗോജിക്കൽ കോൺസെപ്റ്റ് എന്നാണ്. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ, സ്റ്റുഡൻറ് സെൻറ്റേർഡ് ലേണിംഗ്, റോഡ് മെമ്മറൈസേഷൻ, ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സ്റ്റുഡൻറ് സെൻറ്റേർഡ് ലേണിംഗ് ആണ്. പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത് ഫിലോസഫി ഓഫ് ഹ്യൂമൻ ആക്ഷൻ എന്നാണ്. അതായത് ആക്ഷൻസിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസിന് ഇമ്മീഡിയറ്റ് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾക്കാണ് ഈ ഡോക്ട്രിൻ മെയിനായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്.
പ്രാഗ്മാറ്റിസം ഒരിക്കലും ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ അല്ല, അതുപോലെ തന്നെ മെമ്മറൈസേഷനും അല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ബിഹേവിയർ മോഡിഫിക്കേഷൻ ഒരു കമ്പോണൻ്റ് ആണ്, ഇല്ലാതെ നമുക്ക് മൊത്തമായിട്ട് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. പക്ഷേങ്കിൽ ഈ ബിഹേവിയർ മോഡിഫിക്കേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റീസിലൂടെയാണ്. ഇവിടെ കുട്ടിക്ക് ഒരു അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഒരു മൈൻഡ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സ്ഫുൾ ആയിരിക്കണം, അതുപോലെ തന്നെ എല്ലാ സിറ്റുവേഷനിലും എൻ്റർപ്രൈസിങ് ആകുന്ന രീതിയിൽ ഉള്ള ഒരു മൈൻഡ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓൾ റൗണ്ട് ഹാർമോണിയസ് ഡെവലപ്മെൻറ്റിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ നീഡ്സും എബിലിറ്റീസിനും ഇൻട്രസ്റ്റിനും അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് കുട്ടികളിൽ നമ്മൾ ബ്രിങ് ഔട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ സോഷ്യലി കോമ്പീറ്റൻ്റ് ആയിട്ടുള്ളതും എക്കണോമിക്കലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കൾച്ചേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് പ്രാഗ്മാറ്റിസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആക്ടിവിറ്റീസിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ ആക്ടിവിറ്റി സെൻറ്റേർഡ് ആയിട്ടുള്ള കരിക്കുലമാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ചൈൽഡ് സെൻറ്റേർഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അതായത് കുട്ടിയുടെ നീഡ്സ്, ഇൻട്രസ്റ്റ്, എബിലിറ്റീസിനൊക്കെയാണ് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സ് മുമ്പോട്ട് പോകുന്നത്. Next question, the educational philosophy that emphasize individual freedom, personal choice and self-direction is. അതായത് ഇൻഡിവിജ്വൽ ഫ്രീഡം, പേഴ്സണൽ ചോയ്സ്, സെൽഫ് ഡയറക്ഷൻ എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിഹേവിയറിസം, സോഷ്യൽ റീകൺസ്ട്രക്ഷനിസം, കൺസ്ട്രക്റ്റിവിസം, എക്സിസ്റ്റൻഷ്യലിസം. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, എക്സിസ്റ്റൻഷ്യലിസം ആണ്. എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്നത് ഒരു 20th സെഞ്ച്വറി ഫിലോസഫിക്കൽ മൂവ്മെൻ്റ് ആണ്. ഇൻഡിവിജ്വലിൻ്റെ എക്സിസ്റ്റൻസിന്, ഫ്രീഡത്തിന്, ചോയ്സത്തിന് എന്നിവയ്ക്കാണ് ഇത് പ്രാധാന്യം കൊടുക്കുന്നത്. സോറൻ കിറക്കാർഡാണ് ഈ എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അതായത് എക്സിസ്റ്റൻഷ്യലിസം ഫിലോസഫി കൺസേൺ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫിനെ കണ്ടെത്തുക, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൻ്റെ മീനിങ് കണ്ടെത്തുക. അതെങ്ങനെയൊക്കെയാണ്? ഫ്രീ വില്ലിലൂടെ, ചോയ്സിലൂടെ, പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസ് എന്നിവയിലൂടെയാണ്. അതായത് ഫ്രീ വില്ല്, ചോയ്സ്, പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എന്നിവയിലൂടെ നമ്മൾ നമ്മളെ തന്നെയും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൻ്റെ മീനിങ് കണ്ടെത്തുകയുമാണ് എക്സിസ്റ്റൻഷ്യലിസം ചെയ്യുന്നത്. എക്സിസ്റ്റൻഷ്യലിസം അനുസരിച്ച് ഒരു പേഴ്സൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ആ പേഴ്സൺ തന്നെയാണ്. നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാൽ അതിനെല്ലാത്തിൻ്റെ ആൻസറബിൾ നമ്മൾ തന്നെയാണ് എന്നാണ് എക്സിസ്റ്റൻഷ്യലിസം പറയുന്നത്. ഈ എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ ആ ഒരു ഫണ്ടമെൻ്റൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എക്സിസ്റ്റൻസിന് വേണ്ടി നോളജ് ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബിഹേവിയറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയർ മോഡിഫിക്കേഷനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ അകത്ത് നോളജ് നമ്മൾ തന്നെ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോൺസെപ്റ്റ് ഓഫ് ലൈഫ് സ്പേസ് ഈസ് പാർട്ട് ഓഫ് വിച്ച് ലേണിംഗ് തിയറി? ലൈഫ് സ്പേസ് ഏത് ലേണിംഗ് തിയറിയായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാവ്ലോസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, സ്കിന്നേഴ്സ് ഒപ്പേറൻറ്റ് കണ്ടീഷനിങ്, ജസ്റ്റാൾട്ട് ഇൻസൈറ്റ് ലേണിംഗ്, ലെവിൻസ് ഫീൽഡ് തിയറി. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. ലെവിൻസിൻ്റെ ഫീൽഡ് തിയറിയിലാണ് ലൈഫ് സ്പേസിനെ പറ്റി പറയുന്നത്. ലൈഫ് സ്പേസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ എൻവയോൺമെൻറ്റ് സൈക്കോളജിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലൈഫ് സ്പേസിലാണ് വരുന്നത്. അതിൻ്റെ അകത്ത് പേഴ്സൺസ് ഉണ്ട്, ഡ്രൈവ്സ് ഉണ്ട്, മോട്ടീവ്സ് ഉണ്ട്, ബിലീഫ്സ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, തോട്ട്സ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, അതായത് പെർസീവ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ഇവൻറ്റ്സും അങ്ങനെ എല്ലാം ഉൾപ്പെട്ട ഫിസിക്കൽ എൻവയോൺമെൻറ്റും ഉണ്ട്. ഈ ലൈഫ് സ്പേസ് സറൗണ്ട് ചെയ്യുന്ന ഒരു നോൺ സൈക്കോളജിക്കൽ ബൗണ്ടറിയാണ്. അതിനെയാണ് ഫോറിൻ ഹൾ എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിനെയാണ് നമ്മൾ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്താണ്? അതായത് നമ്മളവിടെ കണ്ടീഷൻ ചെയ്യുക, അതായത് നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമുക്കില്ലാത്തൊരു ഹാബിറ്റിനെ നമ്മളവിടെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നതാണ് പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. സ്കിന്നറിൻ്റെ ഒപ്പേറൻറ്റ് കണ്ടീഷനിങ് എന്താണ്? ഒരു സ്റ്റിമുലസ് അതിൻ്റെ റെസ്പോൺസ്, അതായത് SR കണക്ഷനാണ്. നമ്മളൊരു സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് റെസ്പോൺസ് ഉണ്ടാകും എന്നുള്ളതാണ് സ്കിന്നറിൻ്റെ ഒപ്പേറൻറ്റ് കണ്ടീഷനിങ് പറയുന്നത്. ജസ്റ്റാൾട്ട് ഇൻസൈറ്റ് ലേണിംഗ് എന്താണ്? അതായത് ഒരു പാർട്ടിനല്ല പ്രത്യേകത, ഹോളാണ്. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും മൊത്തമായിട്ട് എടുക്കണം എന്നാണ് ജസ്റ്റാൾട്ടിൻ്റെ ഇൻസൈറ്റ് ലേണിംഗ് പറഞ്ഞു തരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഹെർബേറിയൻ സ്റ്റെപ്സ് ഓഫ് ലെസൺ പ്ലാനിങ്. ഹെർബേറിയൻ സ്റ്റെപ്സ് ലെസൺ പ്ലാനിങ്ങിൻ്റെ സീക്വൻസ് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, റീക്യാപ്സുലേഷൻ, ജനറലൈസേഷൻ, കമ്പാരിസൺ, ആപ്ലിക്കേഷൻ എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, കമ്പാരിസൺ, ജനറലൈസേഷൻ, ആപ്ലിക്കേഷൻ, റീക്യാപ്സുലേഷൻ എന്നതാണ്. ഈ ലെസൺ പ്ലാനെ നമ്മൾ പ്ലാൻ ഓഫ് ആക്ഷൻ എന്നാണ് പറയുന്നത്.
ഒരു ടീച്ചർ ക്ലാസ് റൂമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ലെസൺ പ്ലാനാണ് ഇത്. അതായത് എങ്ങനെയാണ് കീ കോൺസെപ്റ്റ്സുകൾ അവരുടെ റിയൽ ലൈഫുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് കുട്ടികളിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, കുട്ടികളിൽ കൊടുക്കുന്നത് എന്നാണ് ഈ ഒരു ലെസൺ പ്ലാൻ പോകുന്നത്. ഹെർബേറിയൻ മെത്തേഡ്സ് നമുക്ക് ഗൈഡ് ലൈൻസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ മാക്സിമം ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ലെസൺ പ്ലാൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലെസൺ പ്ലാനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിജിഡായിട്ട് ഇത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, കമ്പാരിസൺ, ജനറലൈസേഷൻ, ആപ്ലിക്കേഷൻ, റീക്യാപ്ചുലേഷൻ എന്നതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ്റെ അകത്താണ് ടീച്ചർ എന്തൊക്കെ ഐഡിയാസാണ് ഈ പർട്ടിക്കുലർ ടോപ്പിക്കിൽ പ്രോസസ്സ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു പ്രിപ്പറേഷൻ ടൈമിലാണ്. പ്രസൻറ്റേഷനിലാണ് കുട്ടികൾക്ക് ഈ ഒരു ലെസൻ്റെ ഒബ്ജക്റ്റീവ്സ് സ്റ്റേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ന്യൂ ഇൻഫർമേഷൻസ് കൊടുക്കുന്ന എക്സ്പോഷർ ഇവിടെയാണ്. ഇവിടെ ലെസൺ പ്ലാൻ ബിഗിൻ ചെയ്യുമ്പോൾ തന്നെ ടീച്ചറും സ്റ്റുഡൻറ്റും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലെസൺ എഫക്റ്റീവ് ആക്കാനായിട്ട്. അതിനുശേഷം വരുന്നതാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ജനറലൈസേഷനിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒരു ജനറലൈസേഷനിൽ എത്തിച്ചേരുവാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഒരു സോൾവിങ് പ്രോബ്ലംസൊക്കെ ഫോർമുലേറ്റ് ചെയ്യുക, പ്രിൻസിപ്പിൾസ്, ലോസൊക്കെയാണ് ഇവിടെ വരുന്നത്. അതിനുശേഷം ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ ഈ പഠിച്ച ഫോർമുലാസൊക്കെ നമ്മൾ സർട്ടൻ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുകയാണ് ആപ്ലിക്കേഷനിൽ വരുന്നത്. റീക്യാപ്ചുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റോ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് മെത്തേഡോ ക്ലാസ്സിൽ കൊടുക്കുന്നതാണ് റീക്യാപ്ചുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അനലൈസ് ചെയ്ത് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്